ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊറിയൻ ഇൻസ്പയർഡ് കർച്ചീഫ് സ്ക്രഞ്ചിയുടെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാറ്റിൻ്റെ ക്ലോത്താണ്. അത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നീളം ഒരു 10 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ 10 ഇഞ്ചിന് താഴോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു റെക്റ്റാങ്കിൾ പോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു, ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്, പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് വീതി വരുന്നിടത്ത് 5 ഇഞ്ചും നീളം വരുന്നിടത്ത് 10 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പെൻ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ലൈനിൽ കൂടെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ലൈൻ ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. ഇത് ചെയ്യാനായിട്ട് സൂയിങ് മെഷീൻ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ സൂചി നൂലും കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടായാലും എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നോ, ആ സെയിം അളവിൽ തന്നെ ഒരു ക്ലോത്തും കൂടെ വേണം നമുക്ക്. ഈ സെയിം മെഷർമെൻറ്റ് അത് ഞാൻ മുകളിൽ ആ ക്ലോത്ത് ഇങ്ങനെ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ആ അളവ് ചെയ്ത മാർക്ക് ചെയ്ത ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നടുക്കൂടെ മടക്കിയിട്ട് അതിനെ ഒന്നും കൂടി മടക്കണം. ജസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, പറയുമ്പം ക്ലിയർ ആകത്തില്ല. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ മടക്ക് വരുന്ന ആ കോർണർ ഉണ്ടല്ലോ, അതായത് ഓപ്പണിംഗ് വരുന്ന വശമല്ല, ആ കോർണർ ഭാഗം, ആ ഭാഗത്തുനിന്ന് ഒരു സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത്, അതായത് നമുക്ക് റൗണ്ട് പോലെ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മിഡിൽ പോർഷനിൽ നിന്നും 1.5 ഇഞ്ച്, സൈഡിൽ നിന്നും 1.5 ഇഞ്ച്, അന്നേരം കൃത്യമായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു സർക്കിൾ പോലെ രൂപപ്പെടും. ഇതിൽ ഈ മെറ്റീരിയൽ നല്ല വശം, അതായത് നമ്മൾ സാറ്റിനാകുമ്പോൾ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഗ്ലേസിംഗ് ഉള്ള ഈ 2 ക്ലോത്തിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗങ്ങൾ തമ്മിൽ ഒരുമിപ്പിച്ച് വെച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അത് നല്ല വശവും ഒരുമിച്ച് വെക്കണം, അത് ഉള്ളിൽ വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ജസ്റ്റ് എല്ലാം അലൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ നടുക്ക് ആ ഒരു ഹോൾ വന്നില്ലേ, ആ ഹോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെഷീനിലോ അല്ലെങ്കിൽ ജസ്റ്റ് സൂചി നൂലും കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച്, അതായത് സൂചി നൂല് നമ്മൾ തയ്ക്കത്തില്ലേ, അത് വെച്ച് തയ്ച്ചെടുത്താലും മതിയാകും. ഞാനിപ്പം നടുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 ക്ലോത്ത് അല്ലേ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരു ക്ലോത്ത് എടുത്തത് ആ ഹോളിൽ കൂടി നമുക്ക് അപ്പുറത്തെടുക്കാം, അതായത് നല്ല വശം വെളിക്ക് വരത്തക്ക രീതിയിലാക്കാം. ഇതുപോലെ ആ ഹോളിൽ കൂടെ ഒരു ക്ലോത്ത് മാത്രം അങ്ങനെ എടുക്കുമ്പം ആ തയ്ച്ചതൊക്കെ ഉള്ളിൽ പോവും. അപ്പം വെളിക്ക് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും, കണ്ടോ. എന്നിട്ട് ഈ തയ്ച്ചേക്കുന്നുണ്ട് 2 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതിനന്നൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ചുറ്റിനും ഇങ്ങനെ അടിച്ചെടുക്കാം. ഫുള്ള് മൂട്ടി അങ്ങ് അടിക്കരുത്, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടണം. കാരണം നമുക്ക് അതിലേക്കൂടി ഇലാസ്റ്റിക് കയറ്റാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം. അതായത് കണ്ട അത്രയും ഗ്യാപ്പിൽ അടിക്കരുത്, ബാക്കി ചുറ്റിനും ഇങ്ങനെ അടിക്കാം. കണ്ടോ, ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഓപ്പണിങ്ങിൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടില്ല, കാരണം അതിലേക്കൂടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനും വേണ്ടിയിട്ടാണ്. എൻ്റെ സ്ക്രഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാവരും കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ ഏത് ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് റൗണ്ട് ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഞാനിത് അടുത്തൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും, ഈസിലി അവൈലബിൾ. അതൊരു ഒത്തിരി കാണും. എനിക്ക് തോന്നുന്നു ഞാനൊരു 50 രൂപയ്ക്ക് എന്തോ ആണെന്ന് തോന്നുന്നു വാങ്ങിയത്. എന്നിട്ട് അത് ഞാനൊരു 9 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അതായത് ഞാൻ നോട്ടിട്ട് കൊടുക്കുക. ഇത് കുഞ്ഞ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് കെട്ടിട്ട് കൊടുത്താൽ മതി, തയ്ക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ആ കുറച്ച് സ്പേസ് നമ്മൾ കൊടുത്തായിരുന്നല്ലോ, ആ സ്പേസിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാം. നമ്മൾ നന്നായിട്ട് ഇലാസ്റ്റിക് കയറ്റിയിട്ട് ആ സ്പേസിൽ കൂടെ തന്നെ 2 എൻഡും പുറത്തെടുക്കണം. അതായത് മനസ്സിലായല്ലോ, അത് കണ്ട ഇതുപോലെ ഇങ്ങനെ നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് സെക്യൂർ ചെയ്യാനും വേണ്ടിയിട്ട് 2 നോട്ടിട്ട് സെക്യൂർ ചെയ്യുക. നന്നായിട്ട് വലിച്ച് 2 നോട്ട് ഇടുമ്പോൾ തന്നെ അതവിടെ ഊരിയൊന്നും പോവാതിരുന്നോളൂ. അത് പിന്നെ എന്ത് ചെയ്താലും അങ്ങനെ ഊരി പോവുകയോ ഇടിക്കുകയൊന്നും ചെയ്യത്തില്ല. ഈ ഇലാസ്റ്റിക് കുറച്ച് യൂസ്ഫുള്ളാണ്, നമുക്ക് തയ്ക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് കെട്ടിട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ സ്ക്രഞ്ചി കുഞ്ഞുങ്ങളുടെ ഹെഡ് ബാൻഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. എന്നിട്ട് ഈ നമ്മുടെ 2 ക്ലോത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഈ അറ്റമൊക്കെ നീറ്റാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കണം. ഈ 2 ക്ലോത്തിൻ്റെ ഉള്ളിലോട്ടാണ് തയ്യൽ വരേണ്ടത്, എന്നെങ്കിൽ ഒരു വൃത്തി വരുത്തോളൂ. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക്
തയ്ച്ചെടുക്കാം. അതായത് നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടില്ലേ, ആ ഗ്യാപ്പും കൂടെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കാം. ഓപ്ഷണൽ, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ആ 2 ലെയർ വരുന്ന അതിൻ്റെ ബോർഡർ നീറ്റാക്കി ജസ്റ്റ് കുഞ്ഞതായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ആ ലെയറും ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തീരും. പിന്നെ നമുക്ക് ഈ സ്ക്രഞ്ചയുടെ അറ്റത്തൊരു വെയിറ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനൊരു ടാസിൽ പോലെ കൊടുക്കുന്നുണ്ട്. എൻ്റെ കുറച്ച് മണി ഉള്ളത് കാരണം ഞാനിങ്ങനെ ഒരു മുത്തുപോലെ കൊടുക്കുന്നുണ്ട്. സൂചി നൂലും കൊണ്ടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണേ. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഭംഗി കാണും. ഒരു മണി വിട്ടിട്ട് വേണം തിരിച്ച് ആ സൂചി മണിയുടെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ജസ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ തന്നെ മുത്തുപോലെ ആയിക്കോളും. അതുപോലെ ഞാൻ 4 വശവും ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനലാണ്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബീഡ്സ് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പം അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സ്ക്രഞ്ച് തന്നെ കണ്ടോ, നല്ല ഭംഗിയായിരിക്കും, നല്ല രസമാണ് വെയർ ചെയ്ത് കാണാൻ. അതായത് നല്ല പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കല്ലേ. അപ്പം ഈ സ്ക്രഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് പറയണേ.